കൊയ്പ്പള്ളിക്കാരന്മാർ കളീക്കൽ ശില്പിയിൽ പി ചന്ദ്രശേഖരൻ രചിച്ച തിരുവിതാംകൂറിലെ സർക്കാർ ക്ഷേത്രങ്ങൾ ഒരു ചരിത്ര പഠനം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ITM സർവകലാശാല മുൻ രജിസ്ട്രാർ പ്രൊഫസർ പറമ്പിൽ ജയകുമാർ പ്രകാശനം നിർവഹിച്ചു. കൊയ്പ്പള്ളിക്കാരാഴ്മ കളീക്കൽ ശില്പിയിൽ പി ചന്ദ്രശേഖരൻ രചിച്ച തിരുവിതാംകൂറിലെ സർക്കാർ ക്ഷേത്രങ്ങൾ ഒരു ചരിത്ര പഠനം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കായംകുളം വലിയ കാക്കനാട് ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ 1250 ക്ഷേത്രങ്ങളുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകൃതമായതിന്റെ 75ാം വർഷമാണ് 2025. അതിനോടനുബന്ധിച്ച് ബോർഡ് നടത്തുന്ന ആഘോഷ പരിപാടികളിൽ പങ്കാളികളായി ഞാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളെക്കുറിച്ച് ഒരു സാംസ്കാരിക ഗ്രന്ഥം ഇന്ന് ഞാനത് പ്രകാശനം ചെയ്തു. അതിനകത്ത് ഉൾക്കൊള്ളുന്നത് ഇത് ക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു, അവിടുത്തെ തന്ത്രം ആർക്കാണ്, അവിടുത്തെ വഴിപാട് എന്തൊക്കെയാണ്, അവിടുത്തെ പുരാണം എന്താണ്, അവിടുത്തെ ഐതിഹ്യം എന്താണ്, ഇങ്ങനെയുള്ള വിശദമായ വിവരങ്ങൾ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മഹാക്ഷേത്രങ്ങൾ, PD ദേവസ്വങ്ങൾ, മഹേന്ദ്ര ക്ഷേത്രങ്ങൾ എന്നീ രീതിയിൽ പല ഐറ്റത്തിലായിട്ട് പല രാജവാഴ്ച കാലത്തുള്ള ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള സംക്ഷിപ്ത വിവരമാണ് ഈ ബുക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുസ്തകത്തിന്റെ പ്രകാശനം ITM യൂണിവേഴ്സിറ്റി മുൻ രജിസ്ട്രാർ പ്രൊഫസർ പറമ്പിൽ ജയകുമാർ നിർവഹിച്ചു. ചടങ്ങിന്റെ ദീപപ്രോജ്വലനവും ഉദ്ഘാടനവും മാവേലിക്കര ഉമ്പർനാട് സിദ്ധാശ്രമം മഠാധിപതി സ്വാമി സത് സ്വരൂപാനന്ദ സരസ്വതി നിർവഹിച്ചു. അപ്പൊ ഇവിടുത്തെ ഭൗതികമായ വ്യവസ്ഥയും എനിക്ക് ഭദ്രത നൽകണം. അതുപോലെ തന്നെ എനിക്ക് ഇത് കടന്ന് നാമം കൊണ്ട് എനിക്ക് ഗാംഭീര്യം നൽകുന്ന, നാമം കൊണ്ട് അവശേഷിപ്പിക്കുന്ന മോക്ഷപദവും എനിക്ക് നൽകണം. ഇത് രണ്ടും ഒരുപോലെ നൽകുന്നത് എന്താണോ അതിനെയാണ് ഭാരതത്തിന്റെ ആചാര്യന്മാര്, നമ്മുടെ ഋഷിവര്യന്മാര് ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പഠിതാക്കൾക്കൊക്കെ അത് ബോധ്യമുണ്ടായിരുന്നു, എങ്ങനെ ജീവിക്കണം സമഗ്രമായിട്ട്. നമുക്കിപ്പോൾ ഒരുപാട് സമ്പത്തുണ്ട്, പക്ഷെ അത് സമ്പത്ത് വേണ്ടും വിധം വിനിയോഗിക്കാനുള്ള വിവേകം എനിക്കില്ല എങ്കിൽ എങ്ങനെയാവും? ഇതാണ്, നമുക്ക് സമ്പത്തുണ്ട്, ഞാൻ വലിയ കുലീനമായ വലിയ സമ്പന്നനായ കുടുംബത്തിൽ ജനിച്ചു വീണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ സമ്പത്ത് വേണ്ടും വെണ്ണം വിനിയോഗിക്കാനുള്ള മേധ എനിക്കുണ്ടാവണം. ആ മേധയുണ്ടായെങ്കിൽ മാത്രമേ എനിക്ക് ആ സമ്പത്തിനെ നിലനിർത്താൻ കഴിയുകയുള്ളൂ, നാളേക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതെങ്ങനെ വർദ്ധിപ്പിക്കാം, എങ്ങനെ നിലനിർത്താം, ഇതെല്ലാം മേഖലകളും പരന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വൈജ്ഞാനിക സമ്പത്തുകൾ കിടക്കുന്നത്. ഇപ്പം അല്പം മുമ്പ് പറഞ്ഞില്ലേ, കൗടില്യന്റെ അർത്ഥശാസ്ത്രമാണെങ്കിലും. ചവറ ടൈറ്റാനിയം റിട്ടയർഡ് പ്ലാന്റ് എഞ്ചിനീയർ R. ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു. വലിയ കാക്കനാട് ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റും മുൻ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുമായ K. ശങ്കരനാരായണപിള്ള അധ്യക്ഷനായി. കണ്ടിയൂർ ശ്രീകണ്ഠപുരം ആശുപത്രിയുടെ MD ഡോക്ടർ രവിശങ്കർ MS പുസ്തകം ഏറ്റുവാങ്ങി. മുൻ മാവേലിക്കര താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റായ ഡോക്ടർ പ്രദീപ് ഇറവങ്കര പുസ്തകാവതരണവും മുഖ്യപ്രഭാഷണവും നിർവഹിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം KG സന്തോഷ്, മുൻ നഗരസഭാ കൌൺസിലർ പാലമുറ്റത്ത് വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രന്ഥകർത്താവ് P. ചന്ദ്രശേഖരൻ നന്ദി പറഞ്ഞു. CD നെറ്റ് ന്യൂസ്, കായംകുളം.